പ്രതികാരം ഒന്നും ഞാൻ ആരോടും ചെയ്തിട്ടില്ല. വേദനിപ്പിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പ്രതികാരം ആരോടും ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല, ചെയ്യൂല. അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറയുന്ന പോലെ കർമ്മ എന്ന് പറയുന്നതിൽ കുറച്ചെങ്കിലും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ചെയ്തിട്ടുള്ളതിനെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ സംഭവിക്കാതിരിക്കാം, ഇല്ലായിരിക്കാം. അത് കഴിഞ്ഞു, ദാറ്റ്സ് ഡൺ ആൻഡ് ഡസ്റ്റഡ്. ഓക്കെ, ഒരിടത്തൊരു ഹോപ്പ് തന്നുകൊണ്ടിരിക്കും. എന്നാൽ അറ്റ് ദ സെയിം ടൈം എനിക്ക് ഫീൽ ചെയ്തത് ഇതാണ്, ലൈക്ക് അപ്പൊ നമുക്കൊരു മെന്റൽ ടോർച്ചർ ആണല്ലോ അത്. ലൈക്ക് നമ്മളത് we know that there is something happening and ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്തു that there's this relationship going on എന്നുള്ളത്. അപ്പൊ എന്നോട് ഈ പറയുന്നൊക്കെ നുണയാണെന്നുള്ളത് എനിക്ക് അറിയാം. stupid explanation exactly I wanted to know how long this explanation will go. I knew the fact, പക്ഷേ I was buying all the things, the lies he was going on telling me. എന്നാൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ഞാൻ ഇല്ല, I don't want to do this anymore എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർന്നു. ഞാൻ അപ്പൊ സ്റ്റോപ്പ് ചെയ്തിട്ട്. എത്ര പെയിൻഫുൾ ആയിട്ടായിരിക്കും ആര്യ ഓരോ തവണയും ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലേ, അറിഞ്ഞിരുന്നിട്ട് ചോദിക്കുമ്പോൾ എഗെയിൻ പുള്ളി പറയണ ഓരോ ഇങ്ങനത്തെ ഒരു ഇതിനകത്തുനിന്ന്. പക്ഷെ എനിക്ക് യുനോ പലരും എന്നെ വിശ്വസിച്ചില്ല ഞാനിത് പറയുമ്പോ. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഇതിൽ വന്നിരിക്കുന്ന തേർഡ് പേഴ്സൺ ഒരു ഫ്രണ്ട് എന്റെ ഫ്രണ്ട് ആയിരുന്നത് കൊണ്ടും വി ഹാഡ് കോമൺ ഫ്രണ്ട്സ് ഓൾസോ. സോ ഒരിക്കലും ആരും വിശ്വസിക്കില്ല ഈ കുട്ടിയാണ് എന്ന് അറിഞ്ഞിരുന്നില്ല. ബട്ട് ഹെർ ഹസ്ബൻഡ് ഫൗണ്ട് ഔട്ട്. ആള് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നോബഡി എൽസ്, ലൈക് ഫ്രണ്ട്സ് ആർക്കും അറിയില്ലായിരുന്നു. നോബഡി വാസ് റെഡി ടു ബിലീവ് ഓൾസോ until they got married now. ബഡായി ബംഗ്ലാവ് എന്നൊരൊറ്റ പരിപാടിയിലൂടെ തന്നെ ഏറ്റവും പ്രശസ്തിയിലെത്തിയൊരു നടിയാണ് ആര്യ. ബഡായി ആര്യ എന്നാണ് സോഷ്യൽ മീഡിയയിലെ താരത്തിന്റെ പേര്. താരത്തിന് ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്നത് ബഡായി ആര്യ എന്ന നിലയ്ക്ക് തന്നെയാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായ താരം റീലുകൾ പങ്കുവച്ചും വിശേഷങ്ങൾ പങ്കുവച്ചും ചോദ്യോത്തരങ്ങൾ പങ്കുവച്ചും ഒക്കെ എത്താറുണ്ട്. തനിക്കെതിരെ വരുന്ന എല്ലാ അലിഗേഷൻസിനും വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും എല്ലാം ആര്യ കൃത്യമായ മറുപടി നൽകാറുമുണ്ട്. തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി ബിഗ് ബോസിൽ പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തു. ബിഗ് ബോസിൽ വെച്ച് തനിക്കൊരു പ്രണയമുണ്ടെന്നും ആ ബിഗ് ബോസ് ഷോ കഴിഞ്ഞാൽ തങ്ങൾ ഒന്നാകുമെന്നും ഒക്കെ ആര്യ തുറന്നു പറഞ്ഞിരുന്നു. വർഷങ്ങളായുള്ള ബന്ധമായിരുന്നു അത്. എന്നാൽ ബിഗ് ബോസിൽ നിന്നും തിരിച്ചു മടങ്ങി ആര്യയെ കാത്തിരുന്നത് വലിയൊരു ദുരന്ത വാർത്തയായിരുന്നു. കാരണം താൻ ഏറെ പ്രണയിച്ച തന്റെ കാമുകനെ, അല്ലെങ്കിൽ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന തന്റെ പ്രിയപ്പെട്ട ആളെ തന്റെ ഉറ്റ കൂട്ടുകാരി സ്വന്തമാക്കി കഴിഞ്ഞു എന്ന വാർത്തയാണ്. ആര്യ ഇത് കണ്ടെത്തുകയായിരുന്നു. ഇതിന്റെ ഒരു വേദനയും ആ ഡിപ്രഷനും ഒക്കെ താൻ കടന്നു വന്നതിനെ കുറിച്ച് ആര്യ പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട്. കൂട്ടുകാരൊക്കെ നമ്മൾ ചിലപ്പോൾ പിരിഞ്ഞൊക്കെ പോവാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ വഴക്കൊക്കെ ഇടാറുണ്ട്. ഒരു സംഭവത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വഴക്കിട്ട് പിരിയുന്നത്. പക്ഷെ അതിനു മുമ്പ് അവർ നമുക്ക് ചെയ്തിട്ടുള്ള പല നല്ല കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ആ ഒരു സംഭവം കൊണ്ട് മറന്നു പോകും. സോ അവിടെയാണ് നമുക്ക് ചെറുതായിട്ട് പാളിപ്പോകുന്നത്. എത്രയോ നല്ല കാര്യങ്ങൾക്കിടയിൽ നമ്മൾ എന്തൊക്കെ പോസിറ്റിവിറ്റീസ് നമ്മുടെ ലൈഫിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാലും ഒരു നെഗറ്റീവ് സംഭവിച്ചാൽ ചിലപ്പോൾ നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. അത് ചെയ്യേണ്ട ആവശ്യമില്ല, അതങ്ങ് വിട്ടേക്കുക, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. അതേപോലെ ഇപ്പം ഈയിടെ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഇതേപോലെ തന്നെ കടയിലേക്ക് എന്തോ ഒരു ഫോൺ കോൾ വരിക, എന്തോ മോശമായിട്ട് സംസാരിക്കുക, ആ ഒരു ഇഷ്യൂ അതെന്തായിരുന്നു ആക്ച്വലി ആര്യ? അത് ഞങ്ങൾ ഇതുപോലെ ഒരു ദിവസം കട ക്ലോസ് ചെയ്തോണ്ടിരുന്ന സമയത്ത് അറൌണ്ട് ഒരു 7 o'clock ടൈം ആയപ്പോ കടയുടെ നമ്പർ പബ്ലിക് ആണ്. കടയ്ക്ക് 3 നമ്പേഴ്സ് ഉണ്ട്, കോണ്ടാക്ട് നമ്പേഴ്സ്. അപ്പൊ അതിലെ ഒരു നമ്പറിലേക്ക് കോള് വരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും തന്നെയാണ് ആ സമയത്ത് കടയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാനാണെങ്കിലും എൻ്റെ അസിസ്റ്റന്റ് വിജി ആണെങ്കിലും ഞങ്ങളുടെ ബാക്കി സ്റ്റാഫ് ടീം മെമ്പേഴ്സ് എല്ലാവരും, എൻ്റെ ബ്രദർ എല്ലാവരും ഉണ്ട്. അപ്പോൾ കോള് വന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ഫ്രീ ആയിട്ട് നിന്നത് വിജിയ. ഷീസ് മൈ ഓൾ ഇൻ ഓൾ ആണ്, എൻ്റെ അസിസ്റ്റന്റ് മാനേജർ, എവറിത്തിങ്. ഷീ ഓൾസോ കംസ് ടു ദ ഷോപ്പിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവളാണ് ആ സമയത്ത് കോൾ എടുക്കുന്നത്. സോ അതൊരു നോർമൽ ഫോൺ മൊബൈൽ നമ്പറിൽ വന്ന കോള്. അപ്പൊ നമ്മൾ കസ്റ്റമർ ആണെന്ന് വിചാരിച്ച് എടുക്കുന്നു. എടുത്തപ്പോ ആദ്യം ആള് പറഞ്ഞത് ഞാനിങ്ങനെ ആര്യയുടെ ഫാനാണ്, അപ്പൊ ആര്യനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഇത് കടയുടെ ഒഫീഷ്യൽ നമ്പറാണ്, നമുക്ക് പേഴ്സണൽ നമ്പർ തരാനുള്ള പെർമിഷൻ ഇല്ല. സോ അപ്പൊ ആള് പറഞ്ഞു ഒരു വർക്ക് പ്രോജക്റ്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൾ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ഭയങ്കര നല്ല ലാംഗ്വേജ് ആണ്. നമ്മൾക്ക് ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ലൈക്ക് ഇങ്ങനെ ഒരു ട്രാൻസിഷനിലേക്ക് മാറുന്നുള്ള നമ്മൾ എക്സ്പെക്ട്.
ഭയങ്കര നല്ല രസമായിട്ടാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അയാള് പറഞ്ഞു എനിക്ക് ഐ നീഡ് ടു ഡിസ്കസ് എ പ്രോജക്ട് വിത്ത് ഹെർ, സോ ഐ റിയലി നീഡ് ടു കണക്ട് വിത്ത് ഹെർ, ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട് എന്നാണ് ചോദിച്ചത്. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു ഈ പറഞ്ഞ പോലെ നമുക്ക് പെർമിഷൻ ഇല്ല നമ്പർ തരാൻ, ഞാൻ സാർ എന്നോട് ഡീറ്റെയിൽസ് പറയൂ, ഞാൻ ആര്യ മാമുമായിട്ട് സംസാരിച്ചിട്ട് എനിക്ക് നമ്പറും തന്നോളൂ, ഓക്കെ ആണെങ്കിൽ ഷീ വിൽ കോൺടാക്ട് യു എന്ന് പറഞ്ഞു. ഓക്കെ ദെൻ ദാറ്റ് ഇസ് ഫൈൻ, അങ്ങനെ മതി. അതിനു മുമ്പ് പ്ലീസ് ഡൂ മീ എ ഫേവർ, ഒരു മെസ്സേജ് പാസ് ചെയ്യണം, പാസ് എ മെസ്സേജ് ഓൺ ബിഹാഫ് ഓഫ് മീ ടു ഹെർ. അപ്പൊ ഷീ സെഡ് ഓക്കെ സാർ പറഞ്ഞോളൂ. ഇത്രയും പറഞ്ഞപ്പോ പുള്ളിക്കാരി അത് സ്പീക്കറിലിട്ടു, ബിക്കോസ് ഞാൻ അവിടെ ഇരിപ്പുണ്ടല്ലോ. അപ്പൊ ഞാൻ ഡയറക്റ്റ് കേട്ടോട്ടെ, പിന്നെ ഷീ ഡസന്റ് ഹാവ് ടു ഫിൽ മീ ഇൻ. അതുകൊണ്ട് പുള്ളിക്കാരി അപ്പൊ തന്നെ സ്പീക്കറിലിട്ടു. സ്പീക്കറിലിട്ട് എടുത്ത ബാക്കിയ ആള് അടുത്തത് ഞാനത് പറയുന്നില്ല, ബിക്കോസ് ഇനി അത് പറഞ്ഞ ഇതിന്റെ താഴെ പൊട്ട കമന്റ്സ് വരും, അതുകൊണ്ട് ഐ എം നോട്ട് സെയിങ് ദാറ്റ് തിങ്. അത് ആ വീഡിയോയിലുണ്ട്. എന്റെ ഒരു പ്രൈവറ്റ് പാർട്ടിനെ കുറിച്ച് അയാളൊരു എടുത്ത വായിക്കൊരു കമന്റ് അടിച്ചു. അത്രയും നേരം വളരെ നല്ല പലരും, ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടു. അപ്പൊ അതിന്റെ ഇടയിൽ അതിന്റെ താഴെ ഒരു ആരെന്നറിയില്ല ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ബിക്കോസ് ഹി സ്പോക്ക് ഇൻ ഇംഗ്ലീഷ് യു ജഡ്ജ്ഡ് ദാറ്റ് ഹി ഈസ് എ സൊഫിസ്റ്റിക്കേറ്റഡ് ജെന്റിൽമാൻ. അല്ല, അങ്ങനെയല്ല. അയാൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടല്ല പറഞ്ഞത്. നമുക്കിപ്പോ ഒരാൾ സംസാരിക്കുന്ന രീതി അറിയാമല്ലോ. ഒരു വെൽ മാനേർഡ് ഒരു ജെന്റിൽമാൻ എങ്ങനെയായിരിക്കും നമ്മളോട് അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽ സംസാരിക്കുന്നത്. നമ്മൾ ഇത്രയും വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്നത്, സോ വി നോ. ആ ഒരു രീതിയിൽ തന്നെയാണ് അയാൾ സംസാരിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൊഫിസ്റ്റിക്കേറ്റഡ് ജെന്റിൽമാൻ സംസാരിക്കുന്ന പോലെ തന്നെയാണ് സംസാരിച്ചത്. ഇമ്മീഡിയറ്റ്ലി ഇയാൾ ഇത് പറയുമ്പോ ഹീസ് ഓൺ സ്പീക്കേഴ്സ്. അപ്പം ഇത്രയും പേര് ശരിക്കും ഞങ്ങൾക്ക് ചിരിയാവുന്നത്, വി ബേർസ്റ്റഡ് ഔട്ട് ലാഫിങ്. നമ്മൾ ചിരിച്ചുപോയി. കാരണം നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇറ്റ് വാസ് ലൈക്ക് ഒരു ബലൂൺ പൊട്ടിയ അവസ്ഥയായിരുന്നു, പൊട്ടേന്ന് പറഞ്ഞിട്ട്. അത്രയും രസമായിട്ട് സംസാരിച്ചുകൊണ്ട് വന്ന ആള് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞപ്പോ അത് കഴിഞ്ഞ് പിന്നെ അയാള് ഫുൾ വൃത്തികേടിന്റെ അയ്യര് കളിയായിരുന്നു. ലൈക്ക് അതും പുള്ളി ഇംഗ്ലീഷിലാണ് സംസാരിച്ചേ. ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് അയാള് ലിറ്ററലി ഒരു ഓർഗാസം ചെയ്യുന്ന പോലത്തെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുന്നു. അയാൾ പറയുന്നുണ്ട് ഞാനിപ്പോ ഷാഗ് ചെയ്തോണ്ടിരിക്കുകയാണ്, ഇതൊക്കെ അയാൾ ഈ കോളിൽ പറയുന്നുണ്ട്. സോ we didn't cut the call because ഇയാൾ ഇത് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബിക്കോസ് എനിക്കിത് ഒരു പ്രൂഫ് വേണമായിരുന്നു. ഇഫ് അറ്റ് ഓൾ ഐ ഹാഡ് ടു ഫയൽ എ കേസ്, എനിക്ക് പ്രൂഫ് വേണം. അതിപ്പോ കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ഇത് കിട്ടില്ല, കോൾ കിട്ടില്ല. സോ വി ഹാഡ് ടു മേക്ക് ഹിം. ആൻഡ് എവിടെന്നെങ്കിലും ഇയാളുടെ പേരോ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ ഞങ്ങൾ ഇയാളെ സർക്കാസ്റ്റിക്കലി ട്രിഗർ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഇയാള് ട്രിവാൻഡ്രത്തേക്ക് വാ, സോ ഇയാള് ട്രിവാൻഡ്രം ബേസ്ഡ് ആണോ എന്ന് അറിയില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇയാള്. അപ്പൊ ഞങ്ങള് ട്രിവാൻഡ്രം ആണോ എന്നുള്ളത് കിട്ടുമോ ഇതൊക്കെ അറിയാൻ വേണ്ടിട്ട് we were purposely triggering him. Viji was the one who was talking. Viji നല്ല സർക്കാസ്റ്റിക്കലി ആയിട്ട് തിരിച്ച് നല്ല ആൻസർ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇയാൾ അപ്പൊ ട്രിഗർ ആവുകയും ചെയ്തു. ഇയാൾക്ക് ഈഗോ അടിച്ചിട്ട് ഇയാൾ തിരിച്ച് അങ്ങനെയാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരു പോയിന്റ് എത്തിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇയാള് ഇനി ഒന്നും പറയാൻ പോകുന്നില്ല എന്നുള്ളത്. ആൻഡ് വി ഹാൻഡഡ് ഓവർ ദ കോൾ ടു ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന് കൊടുത്തു, മെയിൽ ഫ്രണ്ടിന് കൊടുത്തു. അവൻ ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും ഇയാൾ ഡിസ്കണക്ട് ചെയ്തു. He disconnected the call. So maybe initially he thought ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള ഇതിലാണോ ഇയാള് സംസാരിച്ചുകൊണ്ടിരുന്നതെന്ന് അറിയില്ല. ഇയാള് ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാവും സാരിക്കടയല്ലേ, ആണുങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള ഇതിലായിരിക്കും. ബട്ട് ഒരു ആണിന്റെ സൗണ്ട് കേട്ട ഉടനെ ഇയാള് ഡിസ്കണക്ട് ചെയ്തിട്ട് പോയി.